Hi friends, Thekkan Tech പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന LED സ്റ്റാർ ആണ്. ഇത് ഒരു 200-250 റേഞ്ചിലാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അത് നമ്മൾ ഇന്ന് കാർഡ്ബോർഡിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ ഫ്രെയിം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കാർഡ്ബോർഡിലാണ്. കാർഡ്ബോർഡിൽ നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ LED വയ്ക്കാൻ കണക്കാക്കിയിട്ടാണ് 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റാറിന് വേണ്ടി നമ്മൾ 56 LED ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഗ്രീൻ റെഡ് കൂടി ചേർത്തിട്ടുള്ളതാണ്. നമ്മൾ LED നോക്കുമ്പോൾ 2 പോയിൻ്റ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവാണ്. നീളം കൂടിയത് പോസിറ്റീവ്, നീളം കുറഞ്ഞത് നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ ഫ്രെയിമിലേക്ക് നമ്മൾ വയ്ക്കുന്ന സമയത്ത് LED വയ്ക്കുന്ന സമയത്ത് നീളം കുറഞ്ഞ, അതായത് നെഗറ്റീവ് സൈഡ് മുകളിലേക്ക് വരുന്ന വിധത്തിലാണ് നമ്മൾ LED ബൾബുകളെല്ലാം വയ്ക്കാനുള്ളത്. അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത്. നീളം കുറഞ്ഞത് മുകളിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ LED ബൾബെല്ലാം നമ്മൾ ഫ്രെയിമിൽ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ പിരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ഒന്ന് തിരിച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൽ നമുക്ക് LED ബൾബ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലോട്ട് പോസിറ്റീവ് വരുന്ന വിധത്തിലാണ്. അപ്പോൾ ഒരു LED പോസിറ്റീവും അടുത്ത LED നെഗറ്റീവും തമ്മിൽ നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുക. അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന വിധത്തിലാണ് നമ്മൾ എല്ലാ LED ഇങ്ങനെ പിരിച്ചുവിടുക. ലാസ്റ്റ് നമുക്ക് 2 പോയിൻ്റ് കിട്ടും. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് പോയിൻ്റ് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിരിച്ചുവിടുക. നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് ലൂസ് കോണ്ടാക്റ്റ് ആവാതെ നമ്മൾ നോക്കുക. ലൂസ് കോണ്ടാക്റ്റ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്താലും മതിയാവും. അങ്ങനെ നമ്മൾ എല്ലാ LEDയിലെയും ലെഗ് നമ്മളിങ്ങനെ പിരിച്ച് കൊടുക്കുക. നമ്മുടെ LED ബൾബെല്ലാം നമ്മൾ പിരിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, നമുക്ക് ലാസ്റ്റ് നമുക്ക് 2 പോയിൻ്റ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഇത് റൺ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 4 ഡയോഡാണ്. പിന്നെ നമുക്ക് ഒരു കപ്പാസിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളൊരു റെസിസ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഡയോഡ് എടുത്തിട്ടുണ്ട്. ഡയോഡിൽ നമുക്ക് ആനോഡ് കാഥോഡ്, വൈറ്റ് കളർ വരുന്നതാണ് കാഥോഡ്, ബ്ലാക്ക് കളർ വരുന്നതാണ് ആനോഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് 2 കാഥോഡ് വരുന്നത് തമ്മിൽ നമ്മളിങ്ങനെ പിരിച്ചു വിടുക. ശേഷം വരുന്ന 2 ഡയോഡ് എടുത്തിട്ട് അതിൽ വരുന്ന ആനോഡ് തമ്മിൽ നമ്മളിങ്ങനെ പിരിച്ചു വിടുക. ഇപ്പോൾ 2ലും നമുക്ക് വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നമുക്ക് ഇപ്പോൾ 2 സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ തമ്മിൽ 2 പരസ്പരം നമ്മൾ പിരിച്ച് കൊടുത്തെടുക്കുക. ഞാനിപ്പോൾ പിരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് നമ്മുടെ സർക്യൂട്ടിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യാനുള്ളത് നമ്മൾ ഡയോഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിൽ ഡയോഡിൽ നമ്മൾ കാഥോഡ് മാത്രം വരുന്നത്, അതായത് 2 കാഥോഡ് ഒരുമിച്ച് വരുന്ന ഭാഗത്താണ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗ് നമ്മൾ പിരിച്ചു കൊടുക്കാനുള്ളത്. കപ്പാസിറ്ററിൻ്റെ ഓപ്പോസിറ്റ് ലെഗ് നമ്മൾ കൊടുക്കാനുള്ളത്, അതായത് അത് ഡയോഡിൻ്റെ ആനോഡ് 2ഉം വന്ന് ചേരുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗ് നമ്മൾ പിരിച്ചു കൊടുക്കാനുള്ളത്. നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പിരിച്ചെടുത്ത് സോൾഡർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ലൂസ് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സോൾഡർ ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്കിനി റെസിസ്റ്ററാണ് നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഇതിൽ നമ്മൾ
കപ്പാസിറ്റർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരു പോയിന്റിലാണ് നമ്മൾ റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റർ നമുക്കതിൽ സോൾഡർ ചെയ്തെടുക്കാം. സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ ആ ഒരു പോയിന്റിലാണ് നമ്മൾ റെസിസ്റ്റർ സോൾഡർ ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ സർക്യൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ വയർ മാത്രം കണക്ട് ചെയ്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്ററിൻ്റെ ഒരു പോയിന്റിലും നമ്മളെ സർക്യൂട്ടിൻ്റെ ബാലൻസ് ഉള്ള ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ടിലേക്ക് കൊടുക്കുന്നുള്ള പോയിന്റ് എടുക്കുന്നത്. ബാക്കി നമ്മൾ കപ്പാസിറ്ററിൻ്റെ 2 പോയിന്റിൽ നിന്നാണ് നമ്മൾ LED-ലേക്കുള്ള 2 പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന LED-യിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന 2 പോയിന്റിൽ നമുക്ക് 2 വയർ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയർ 2 നമുക്ക് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വയർ സോൾഡർ ചെയ്താണ് നമ്മൾ ഇതിൽ പിടിപ്പിക്കുന്നത്. മാക്സിമം സോൾഡർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ LED 2 പോയിന്റ് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ 2 പോയിന്റ് നമുക്ക് ഇനി നമുക്ക് 2 പോയിന്റ് കൂടി ആവശ്യമുണ്ട് കറണ്ടി കൊടുക്കാനുള്ളത്. അത് നമ്മൾ സർക്യൂട്ടിൽ നിന്നാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അത് കൂടി നമുക്ക് ഇനി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്ററിൻ്റെ ഒരു പോയിന്റിൽ നിന്നും നമ്മളെ സർക്യൂട്ടിൻ്റെ ബാലൻസ് ഉള്ള ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ വയർ എടുക്കുന്നത്. നമുക്ക് ആദ്യം ഈ 2 പോയിന്റ് നമുക്ക് നമ്മൾ സർക്യൂട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഒരു പോയിന്റിലാണ് നമ്മൾ വയർ കൊടുക്കുന്നത്. അത് നമുക്ക് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ് നിൽക്കുന്ന നമ്മളെ ഫ്രെയിമിൽ അതായത് LED-യിൽ ഒരു വയർ കൊടുക്കാനുള്ളത് കപ്പാസിറ്ററിൻ്റെ മറ്റേ സൈഡിലാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് അവിടെ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ LED-യിൽ നിന്നുള്ള 2 കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കറണ്ടിലേക്കുള്ള 2 കണക്ഷനാണ് നമുക്ക് എടുക്കാനുള്ളത്. അതെടുക്കാനുള്ളത് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്ററിൻ്റെ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഒരു വയർ നമുക്ക് എടുക്കാനുണ്ട്. മറ്റേ പോയിന്റ് നമ്മൾ ബാലൻസ് ഉള്ള ഒരു പോയിന്റിൽ നിന്നാണ് നമ്മളെ സർക്യൂട്ടിലെ ബാലൻസ് ഉള്ള ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് ഒരു വയർ എടുക്കാനുള്ളത്. നമ്മളിപ്പോൾ 2 വയർ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ടിലേക്ക് കൊടുക്കാൻ പോകുന്ന പോയിന്റ്. അപ്പോൾ നമ്മൾ സർക്യൂട്ടെല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും. നമ്മളെ അപ്പോൾ സ്റ്റാർ എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാർഡ്ബോർഡിലാണ് നമ്മൾ ഈ സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മൊത്തം ചിലവെന്ന് പറയുന്നത് 58 രൂപയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷനും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് ഒന്ന് കറണ്ടിലേക്ക് നമുക്ക് കൊടുത്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സ്റ്റൻഷൻ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 വയർ നമ്മൾ കറണ്ടിലേക്ക് എക്സ്റ്റൻഷൻ ബോക്സിലേക്ക് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റാർ കത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയായിട്ടാണ് നമ്മൾ കത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു LED സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 56 LED നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. അത് റെഡും ഗ്രീനും തമ്മിൽ കത്തുന്ന ടൈപ്പ് LED ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടായിരിക്കുന്നത് നമ്മൾ കാർഡ്ബോർഡിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വരച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൽ നമുക്ക് വയറിൽ നമുക്കൊന്ന് ഇൻസ്റ്റലേഷൻ ചെയ്ത് വയ്ക്കാനായിട്ടുണ്ട്. അതിന് ഇൻസ്റ്റലേഷൻ ടൈപ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.